ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി. അതിൽ നമ്മൾ സാമ്രാജ്യത്വ ശക്തികളെക്കുറിച്ചെല്ലാം പഠിച്ചു. അതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ അനന്തരഫലങ്ങൾ, അത് ലോകത്ത് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ നാസിസം, ഫാസിസം അതെന്താണെന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം. അതിന് മുന്നേയായി ഒരു കാര്യം, ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ക്ലാസ്സുകൾ. സെക്കൻഡ് വേൾഡ് വാർ, 20 years after the end of the First World War, the world witnessed another war. അപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം, ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് 20 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുകയാണ്, ലോകം മറ്റൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് അതിലേക്ക് നയിച്ച, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച 1939 തുടങ്ങി 45 അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായ ഘടകങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഇൻ 1919, ദ വിക്ടോറിയസ് നാഷൻസ് ഷെയർഡ് ദ കോളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നാഷൻസ്. എന്ത് ചെയ്യുകയുണ്ടായി, സമാധാന കരാർ അല്ലേ, അതായത് എന്താണ്, പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഉടമ്പടി പ്രകാരം 1919 പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തു, അതിനുശേഷം വിക്ടോറിയസ് നാഷൻസ്, വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ കോളനികളെ എന്ത് ചെയ്യുകയുണ്ടായി, ഷെയർ ചെയ്യുന്ന അവസ്ഥ, അവരെ വീതിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. നേദർ ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എനി കോളനി ഓർ മാർക്കറ്റ്. എന്നാൽ ആ വിഭജനത്തിൽ ജർമ്മനിക്കോ ഇറ്റലിക്കോ എന്ത് ലഭിച്ചില്ല, ഒരു കോളനിയോ കമ്പോളമോ ഒന്നും ലഭിക്കാത്ത അവസ്ഥയുണ്ടായി. Therefore, for enhancing their political economic stability, Italy and Germany planned to conquer colonies and attack weak nations. അങ്ങനെ അവർക്ക് എന്ത് കിട്ടാത്തതിൻ്റെ ഫലമായി, മാർക്കറ്റുകളോ കോളനികളോ ഒന്നും കിട്ടാത്തതിൻ്റെ ഫലമായി എൻഹാൻസിങ് ദെയർ പൊളിറ്റിക്കൽ എക്കണോമിക് സ്റ്റെബിലിറ്റി, അവരുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇറ്റലിയും ജർമ്മനിയും എന്ത് പ്ലാൻ ചെയ്യുകയാണ്, ടു കോൺകർ കോളനീസ് ആൻഡ് അറ്റാക്ക് വീക്ക് നാഷൻസ്. അതായത് വീക്കായിട്ടുള്ള, ദുർബലമായ രാജ്യങ്ങളെ ആക്രമിക്കാനും അതുപോലെ കോളനികളെയൊക്കെ കീഴടക്കാനും ആരൊക്കെ തീരുമാനിക്കുകയാണ്, ഇറ്റലിയും ജർമ്മനിയും പ്ലാൻ ചെയ്തു. ഇൻ ആൻ എഫേർട്ട് ടു എക്സ്റ്റെൻഡ് ദിസ് പോളിസി ഓഫ് അഗ്രഷൻ, ഈ ആക്രമണ നയം കൂടുതൽ വ്യാപിപ്പിക്കുക എന്നതിൻ്റെ ഫലമായി ഇറ്റലി ആൻഡ് ജർമ്മനി എലോങ് വിത്ത് ജപ്പാൻ ഫോംഡ് ആൻ അലയൻസ് കാൾഡ് ആക്സിസ് പവേഴ്സ്. അങ്ങനെ ഈ ലക്ഷ്യത്തോടു കൂടി ഇറ്റലിയും ജർമ്മനിയും അതുപോലെ ജപ്പാനും, ഈ 3 രാജ്യങ്ങൾ ചേർന്ന് എന്ത് രൂപീകരിക്കുകയാണ്, അലയൻസ്, ഒരു അച്ചുതണ്ട് ശക്തികൾ, ആക്സിസ് പവേഴ്സ്, ആ അച്ചുതണ്ട് ശക്തികൾ എന്ന പേരിലൊരു സഖ്യം രൂപീകരിക്കുന്നു. കൗണ്ടറിങ് ദിസ് അലയൻസ്, അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ചൈന ഫോംഡ് അലൈഡ് പവേഴ്സ്, സഖ്യശക്തികൾ എന്ന പേരിൽ ആരൊക്കെ ചേർന്നാണ്, ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ചേർന്ന് അടുത്തൊരു സഖ്യ രൂപീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് 20 വർഷങ്ങൾക്ക് ശേഷം ലോകം എന്ത് ചെയ്യുകയാണ്, മറ്റൊരു മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 1939 മുതൽ 45 വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധം എന്തായിരുന്നു, അതിലേക്കുള്ള കാരണങ്ങൾ, അതായത് പാരീസ് ഉടമ്പടി, 1919 പാരീസ് ഉടമ്പടിയെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്, വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ കോളനികളെ ഷെയർ ചെയ്തെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ ജർമ്മനിക്കോ, വിജയിച്ച രാജ്യങ്ങളായിട്ട് കൂടി എന്ത് ചെയ്യില്ല, ജർമ്മനി വിജയിച്ച രാജ്യമായിരുന്നിട്ട് കൂടി ജർമ്മനിക്കോ ഇറ്റലിക്കോ ഒരു കോളനിയോ കമ്പോളമോ ഒന്നും ലഭിക്കാത്ത അവസ്ഥയുണ്ടാവുകയും, എന്നാൽ അവരുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്ഥിതികൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ 2 രാജ്യങ്ങളും എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു, വീക്കായിട്ടുള്ള രാജ്യങ്ങളെ, ദുർബല രാജ്യങ്ങളെ ആക്രമിക്കാനും കോളനികൾ പിടിച്ചെടുക്കാനും ഒക്കെ തീരുമാനിക്കുന്നു. ഇങ്ങനൊരു എഫേർട്ട് വികസിപ്പിച്ചെടുക്കുന്ന, ഈ ആക്രമണ നയം വികസിപ്പിക്കുന്നതിൻ്റെ ഫലമായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും കൂടി ചേർന്ന് എന്ത് ചെയ്യുകയാണ്, ഒരു സഖ്യം രൂപീകരിക്കുന്നത്, ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ചേർന്ന് അടുത്ത് ഒരു സഖ്യം രൂപീകരിക്കുകയാണ്, അതായത് അലൈഡ് പവേഴ്സ് അല്ലെങ്കിൽ സഖ്യശക്തികൾ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികളിൽ ഉണ്ടായിരുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ.
അലൈഡ് പവേഴ്സിൽ സഖ്യശക്തികളിൽ ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇനി ലേറ്റർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ഓൾസോ ജോയിൻഡ് ദ ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ്. പിന്നീട് എന്ത് ചെയ്യേണ്ടായി? അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഏതിനോടൊപ്പം ചേരുകയുണ്ടായി? ഈ സഖ്യശക്തികളോടൊപ്പം ചേരുകയുണ്ടായി. ദ ലീഗ് ഓഫ് നാഷൻസ് ഫെയിൽഡ് ടു സ്റ്റാൾ ദ അറ്റാക്സ് ഓഫ് ദ ആക്സിസ് പവേഴ്സ്. ലീഗ് ഓഫ് നാഷൻ എന്ത് ചെയ്യപ്പെട്ടു? ആക്സിസ് പവേഴ്സിൻ്റെ അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങൾ അല്ലേ, അവരുടെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യാൻ തടയിടുന്നതിൽ പരാജയപ്പെടുകയും വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ഡ് അതർ നാഷൻസ്, ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിഡ് നോട്ട് പ്രിവെൻറ്റ് ദ അറ്റാക്സ്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും, അതായത് ഈ ആക്സിസ് പവേഴ്സ്, ഇവർ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്, മുതലാളിത്ത രാജ്യങ്ങളായ ആരെ പോലെയുള്ള ലൈക്ക് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിഡ് നോട്ട് പ്രിവെൻറ്റ് ദ അറ്റാക്സ്, ഇവരുടെ ഈ ആക്രമണത്തെ ചെറുത്ത് നിൽക്കാൻ ക്യാപിറ്റലിസ്റ്റ് ശക്തികളായ ബ്രിട്ടനും ഫ്രാൻസിനും ഒന്നും കഴിയാത്ത അവസ്ഥയും ഉണ്ടാകുന്നു. They considered Soviet Union being a socialist country as their chief enemy. എന്താണ്? ഇവർ സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ശത്രുവായി എന്ത് ചെയ്തത്? കണക്കാക്കിയത്. ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്ക് ഈസ് നോൺ ആസ് ദ പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ്. പ്രീണന നയം അല്ലെങ്കിൽ പ്രീണിപ്പിക്കൽ നയം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സംഭവം? ലീഗ് ഓഫ് നാഷൻ എന്ത് ചെയ്യുകയുണ്ടായി? പരാജയപ്പെടുകയുണ്ടായി. ലീഗ് ഓഫ് നാഷൻ, അതായത് സർവ്വരാഷ്ട്ര സഖ്യം ഈ അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെടുന്നു. ഈ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും എന്ത് ചെയ്യുകയാണ്? വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ, അതായത് മുതലാളിത്ത രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസിനും ഒന്നും ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അതുമാത്രമായിരുന്നില്ല, സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനെയാണ് ഇവർ മുഖ്യമായ ശത്രുവായി കണ്ടത്. അപ്പോൾ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രീണന നയം, പ്രീണിപ്പിക്കൽ നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെൻ്റ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? ഓൺ 1 സെപ്റ്റംബർ 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. അപ്പോൾ എന്താണ്? അമേരിക്കയുടെ നാവിക കേന്ദ്രമൊക്കെ ആയിരുന്ന ഏതിനെ? പോളണ്ടിനെ 1939 സെപ്റ്റംബർ 1 ജർമ്മനി ആക്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് വേൾഡ് വാറിന് കാരണമാകുന്നത്. ദിസ് പ്രോംപ്റ്റഡ് ദ അലൈഡ് നാഷൻസ് ടു ഡിക്ലെയർ വാർ അഗെയിൻസ്റ്റ് ജർമ്മനി ദാറ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻ ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്? ഈ ജർമ്മനിക്ക് എതിരെ അലൈഡ് നാഷൻസ് സഖ്യശക്തികൾ എന്ത് ചെയ്യുകയാണ്? യുദ്ധം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇതെന്ത് ചെയ്യുകയാണ്? ഒരു രണ്ടാം ലോക മഹായുദ്ധം എന്നൊരു വലിയ ദുരന്തത്തിലേക്ക് രാജ്യങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ്. ഇനി അതിലൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ മ്യൂണിക് പാക്റ്റ്. എന്താണ് മ്യൂണിക് പാക്റ്റ് എന്ന് പറയുന്നത്? മ്യൂണിക് പാക്റ്റ് ക്യാൻ ബി സൈറ്റഡ് ആസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീണിപ്പിക്കൽ നയം അല്ലെങ്കിൽ പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മ്യൂണിക് പാക്റ്റ് അല്ലെങ്കിൽ മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. ഹിറ്റ്ലർ പുട്ട് ഫോർത്ത് ദ ക്ലെയിംസ് ഓവർ ദ പ്രോസ്പെറസ് സുഡറ്റൻ ലാൻഡ് റീജിയൻ ഓഫ് ചെക്കോസ്ലാവാക്യ. എന്താണ്? ചെക്കോസ്ലാവാക്യയിലെ വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള സമ്പൽ സമൃദ്ധമായിട്ടുള്ള സുഡറ്റൻ ലാൻഡ് എന്ന പ്രദേശത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി? ഹിറ്റ്ലർ അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. ടു ഡിസ്കസ് ദ ഇഷ്യൂ, ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ആൻഡ് ഇറ്റലി മെറ്റ് ഇൻ ദ ജർമ്മൻ സിറ്റി ഓഫ് മ്യൂണിക്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ജർമ്മൻ സിറ്റിയായ മ്യൂണിക്കിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ കൂടി ഒരു സമ്മേളനം അല്ലെങ്കിൽ അവരുടെ ഒത്തുചേരൽ നടത്തുകയുണ്ടായി. ദേ അപ്രൂവ്ഡ് ദ ക്ലെയിം ഓഫ് ജർമ്മനി ഓവർ സുഡറ്റൻ ലാൻഡ് വിത്തൗട്ട് കൺസൾട്ടിങ് ചെക്കോസ്ലാവിയ. എന്ത് ചെയ്യുകയുണ്ടായി? ജർമ്മനിക്ക് തന്നെ നൽകുകയും ഈ ഒരു പ്രതിനിധികളുടെ സമ്മേളനത്തിലേക്ക് ആരെ ക്ഷണിച്ചില്ല? ചെക്കോസ്ലാവാക്യയെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല സുഡറ്റൻ ലാൻഡ് ആർക്ക് തന്നെ നൽകുകയും ചെയ്തു? ജർമ്മനിക്ക് തന്നെ നൽകുകയും ചെയ്തു. ഇത് ഈ പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? അതായത് ഗിവൺ ബിലോ ആർ ദ സം ഓഫ് ദ ഔട്ട്കംസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. താഴെ കൊടുത്തിരിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ചില പരിണിത ഫലങ്ങളായിരുന്നു. ഈ സംഭവങ്ങൾ എങ്ങനെയാണ് റിസൾട്ടഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിലും കാരണമായത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ എന്താണ്? എഫക്ട്സ് ഓഫ് ദ
വാർ, യുദ്ധത്തിൻ്റെ ബാക്കി അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക ചേഞ്ച്ഡ് ദ കോംപ്ലക്ഷൻ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ ആരുടെ വരവ് മാറ്റിമറിച്ചു? സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു. എന്ത് ചെയ്യേണ്ട? ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദ അറ്റാക്ക് ആൻഡ് സറണ്ടേഡ് ഇമ്മീഡിയറ്റ്ലി. ആർക്കൊക്കെയാണ്? ഇറ്റലിക്കും ജർമ്മനിക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ ആക്രമണങ്ങളിൽ, അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ ആക്രമണങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയാതെ വന്നു? പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും അങ്ങനെ ഇറ്റലിയും ജർമ്മനിയും സറണ്ടേഡ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യുന്നു? കീഴടങ്ങുന്നു. മുസോളിനി വാസ് കിൽഡ് ബൈ ദ ലോക്കൽ പാർട്ടിസൻസ്. മുസോളിനി എന്ത് ചെയ്യുന്നു? പൊതുസ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ എന്ത് ചെയ്യുകയുണ്ടായി? അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ദ സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയ. എന്ത് ചെയ്യുകയുണ്ടായി? സോവിയറ്റ് യൂണിയൻ്റെ ആർമി എവിടേക്ക്? ജപ്പാനിലേക്ക്, ട്രാൻസ് സൈബീരിയയിലൂടെ എങ്ങോട്ടേക്ക്? ജപ്പാനിലേക്ക്, അവരെ ആക്രമിക്കുന്നതിനായി ജപ്പാനിലേക്ക് തിരിച്ചു. പക്ഷേ ബിഫോർ ഇറ്റ് കുഡ് റീച്ച് ജപ്പാൻ, സോവിയറ്റ് യൂണിയൻ എവിടെ എത്തുന്നതിന് മുന്നേ? ജപ്പാനിൽ എത്തുന്നതിന് മുൻപ് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്രോപ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ. ഈ അമേരിക്ക എന്ത് ചെയ്യുകയുണ്ടായി? ജപ്പാനിൽ 2 ആറ്റം ബോംബുകൾ വർഷിച്ചു. ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമ ഓൺ 6 ഓഗസ്റ്റ് 1945. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരു അണുബോംബും ആൻഡ് ഫാറ്റ് മാൻ ഇൻ നാഗസാക്കി ഓൺ 9 ഓഗസ്റ്റ് 9 ഫാറ്റ് മാൻ എന്ന് പറയുന്ന ഒരു ബോംബ് ഇവിടെ നാഗസാക്കിയിലും വർഷിച്ചു. സൂൺ ജപ്പാൻ സറണ്ടേഡ്. അതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ ആരും കീഴടങ്ങേണ്ടായി? ജപ്പാനും. അപ്പോൾ ഒന്നുകൂടി പറയാം, സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും ഈ കടന്നുവരവ് എന്ത് ചെയ്തു? സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. ഈ സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ എന്ത് ചെയ്യുകയാണ്? ഇറ്റലിയും ജർമ്മനിയും സറണ്ടർ ആവുകയാണ്. മുസോളിനിയെ നാട്ടുകാർ എന്ത് ചെയ്തു? അവിടെ ജനങ്ങൾ പിടിച്ചുകൂടി വധിച്ചു. അതുപോലെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യേണ്ടായി. ജപ്പാൻ മാത്രം അപ്പോഴും എന്ത് ചെയ്തില്ല? കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ജപ്പാനെ കീഴടക്കാനായി എന്ത് ചെയ്യുന്നു? സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ എങ്ങോട്ടേക്ക്? ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അമേരിക്ക എന്ത് ചെയ്യേണ്ടായി? ഓഗസ്റ്റ് 6, 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരു അണുബോംബും ഓഗസ്റ്റ് 9 ഫാറ്റ് മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടുകൂടി ജപ്പാനും എന്ത് ചെയ്യുകയുണ്ടായി? കീഴടങ്ങുകയുണ്ടായി. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അതുപോലെയാണ് ഏത്? പേൾ ഹാർബർ അറ്റാക്ക്. 1941 എന്ത് ചെയ്യേണ്ടായി? ജപ്പാൻ അറ്റാക്ക്ഡ് പേൾ ഹാർബർ. ജപ്പാൻ അമേരിക്കയുടെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ചു. ദ അമേരിക്കൻ നേവൽ ബേസ് ഇൻ ദ ഐലൻഡ്സ് ഓഫ് ഹവായി ദ്വീപിലുള്ള പേൾ ഹാർബറിനെ ജപ്പാൻ ആക്രമിച്ചു. വാട്ട് പ്രോംപ്റ്റഡ് ജപ്പാൻ വാസ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദീസ് കൺട്രീസ് ഇൻ ദ പസഫിക് റീജിയൻ. എന്താണ്? പസഫിക് മേഖലയിൽ ഈ 2 രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് ജപ്പാനെ പേൾ ഹാർബർ ആക്രമിക്കുന്നതിനായി പ്രേരിപ്പിക്കുന്നത്. ദിസ് ഡിറക്റ്റ്ലി റിസൾട്ടഡ് ഇൻ ദ അമേരിക്കൻ എൻട്രി ഇൻ ടു ദ സെക്കൻഡ് വേൾഡ് വാർ. ഇതാണ് അമേരിക്കയെ നേരിട്ട് എന്തിലേക്ക്? ജപ്പാനെതിരെ യുദ്ധം പ്രയോഗിക്കാൻ, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കാനുമൊക്കെ അമേരിക്കയെ പ്രേരിപ്പിച്ച ഘടകം. അപ്പോൾ അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിലേക്ക് കടന്നു വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 1941 ജപ്പാൻ ആരെ ആക്രമിക്കേണ്ട? ഈ അമേരിക്കയിലെ ഹവായി ദ്വീപിലുള്ള അമേരിക്കക്കാരുടെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ചതാണ് എന്ത് ചെയ്തത്? അമേരിക്കയെ, ജപ്പാനെ തിരിച്ച് ആക്രമിക്കുന്നതിനും സെക്കൻഡ് വേൾഡ് വാറിലേക്ക് പ്രവേശിക്കുന്നതിനുമൊക്കെ അമേരിക്കയെ എന്ത് ചെയ്തത്? പ്രേരണ നൽകിയ സംഭവങ്ങൾ, പ്രകോപിപ്പിച്ച സംഭവങ്ങളെന്ന് പറയുന്നത്. ഇനി അവിടെ നിങ്ങൾക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് ഗിവൺ ആർ ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു ദ ആറ്റോമിക് ബോംബിംഗ് ഇൻ ജപ്പാൻ. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചതിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ, ആറ്റം ബോംബ് വർഷിച്ചതിൻ്റെത്. അതുപോലെ എ ക്ലോക്ക് ദാറ്റ് സ്റ്റോപ്ഡ് അറ്റ് ദ മൊമെൻറ്റ് ഓഫ് ബോംബിങ്. എന്താണ്? ബോംബ് ആക്രമണ സമയത്ത് നിലച്ചുപോയൊരു ക്ലോക്കിൻ്റെ പിക്ചർ. ഹിരോഷിമ ആഫ്റ്റർ ബോംബിങ്ങിന് ശേഷം ഹിരോഷിമയിലെ അവസ്ഥ.
അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സെക്കൻഡ് വേൾഡ് വാർ അതിനുശേഷം അതിൻ്റെ അനന്തര ഫലങ്ങൾ ഒരുപാട് ദൂരവ്യാപകമായ ഫലങ്ങളാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ്. എന്ത് ചെയ്യുകയുണ്ടായി? ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടൊരു യുദ്ധമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡെസ്ട്രോയിഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥിതി തകർന്നു. യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ വേൾഡ് ഡിമിനിഷ്ഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ലോക മേധാവിത്വം തന്നെ തകരുന്ന അവസ്ഥയുണ്ടായി. ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. അതായത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. ആഗോള ശക്തികളായ അമേരിക്കയും സോവിയറ്റ് യൂണിയനും വളർന്നു വന്നു. ഇൻ എ ബിഡ് ടു പ്രിസർവ് ദ മെയിൻറ്റെയിൻ വേൾഡ് പീസ് ദ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ UNO വാസ് ഫോംഡ്. അതായത് ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് രൂപീകൃതമാകുന്നു? യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമാകുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ്? അപ്പോൾ ഒന്നാമത്തേത് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. രണ്ടാമത്തേത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ താറുമാറായി. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ ലോക മേധാവിത്വം നഷ്ടപ്പെട്ടു. അതുപോലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്ന ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു. അതുപോലെ തന്നെ ആഗോള ശക്തികളായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും മാറുകയുണ്ടായി, വൻ ശക്തികളായി മാറി. പിന്നെ ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി എന്ത് രൂപീകരിക്കപ്പെട്ടു? UNO യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടു. നെക്സ്റ്റ് പേജ്. ഓൺ ദ വിങ്സ് ഓഫ് പീസ്. അതായത് സമാധാനത്തിൻ്റെ ചിറകിലേറി. സമാധാനത്തെക്കുറിച്ചാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇതിന് ശേഷം ഉണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, ഒക്ടോബർ 24 അല്ലേ? എന്താണ് ചരിത്രത്തിൽ ഒക്ടോബർ 24ൻ്റെ പ്രാധാന്യം? അതെ, ഐക്യരാഷ്ട്ര സംഘടനാ ദിനമാണ് ഏതെന്ന് പറയുന്നത് ഒക്ടോബർ 24. എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്കൂളുകളിൽ ഒക്ടോബർ 24 നമ്മൾ അതിൻ്റെ വിപുലമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്. Although the League of Nations was established following the First World War, it failed to maintain world peace. എന്ത് ചെയ്യേണ്ടായി? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട സർവരാഷ്ട്ര സഖ്യം അല്ലേ എന്ന സംഘടന ഒരു പരാജയമായിരുന്നു. ലോക സമാധാനം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു. അപ്പോൾ എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെടുന്ന സർവരാഷ്ട്ര സഖ്യം, അതായത് ലീഗ് ഓഫ് നാഷൻസ്, തിരിഞ്ഞു പോകരുത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നാഷൻസ് അല്ലെങ്കിൽ സർവരാജ്യ സഖ്യവും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഏതാണ്? UN യുണൈറ്റഡ് നാഷൻസ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലീഗ് ഓഫ് നാഷൻസ് ഒരു പരാജയമായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എഫേർട്സ് വെർ ടേക്കൺ ടു സെറ്റപ്പ് ആൻ ഓർഗനൈസേഷൻ ഫോർ പ്രിസർവിങ് ഗ്ലോബൽ പീസ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും എന്ത് ചെയ്യുകയുണ്ടായി? യുദ്ധത്തിൻ്റെ ബാക്കിയായിട്ട്, അതായത് യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമായി ദിസ് റിസൾട്ടഡ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ഇൻ 24 ഒക്ടോബർ 1945. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സംഘടനകൾ നിലവിൽ വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കവേ 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ നിലവിൽ വരികയാണ്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ UN ഈസ് ഇൻ ന്യൂയോർക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഏതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്? ഈ UNOയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്ക് ഇൻ അമേരിക്ക. നെക്സ്റ്റ്, some of its objectives are to save succeeding generations from the
സ്കർജ് ഓഫ് വാർ എന്താണ്? യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ നിന്ന് ഭാവി തലമുറയെ സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് UNOയ്ക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്? സക്സീഡിങ് ജനറേഷൻ, സേവ് ദ സക്സീഡിങ് ജനറേഷൻസ് ഫോർ ദ സ്കർജ് ഓഫ് വാർ, യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ നിന്നും ഭാവി തലമുറയെ സംരക്ഷിക്കുക. രണ്ടാമത്തെ എന്താണ്? ടു പ്രൊട്ടക്ട് ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്, അന്താരാഷ്ട്ര നിയമങ്ങളും അതുപോലെ തന്നെ ഉടമ്പടികളും നിയമങ്ങളുമെല്ലാം സംരക്ഷിക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രീസ്, രാജ്യങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുക. ഇത് മൂന്നുമായിരുന്നു ഏതിൻ്റെ ലക്ഷ്യം? UNOയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഒന്നാമത്തേത് ഏതായിരുന്നു? ഭാവി തലമുറയെ യുദ്ധഭീഷണിയിൽ നിന്നും എന്ത് ചെയ്യുക? സംരക്ഷിക്കുക അല്ലെങ്കിൽ രക്ഷിക്കുക. അതുപോലെ തന്നെ അന്താരാഷ്ട്ര കരാറുകളും നിയമങ്ങളുമൊക്കെ സംരക്ഷിക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ വികാസം, രാജ്യങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളെ, വികാസങ്ങളെ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളെയെല്ലാം പരിപോഷിപ്പിക്കുക. ഇത് മൂന്നുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് നമ്മൾ താഴേക്ക് വരുമ്പോൾ സഡാക്കോ എന്ന് പറയുന്നത് എന്താണ്? സഡാക്കോ സസുക്കി, എ ജാപ്പനീസ് ഗേൾ, വാസ് എ വിക്ടിം ഓഫ് ദ റേഡിയേഷൻ ഫ്രം അറ്റോമിക് ബോംബ് അറ്റ് ഹിരോഷിമയിലെ അണുബോംബിൻ വർഷത്തിൻ്റെ ഇരയായ ഒരു പെൺകുട്ടിയാണ് ആരെന്ന് പറയുന്നത്? പിക്ചറിലുള്ള സഡാക്കോ സസുക്കി എന്ന ബാലിക. ദ പേപ്പർ ക്രെയിൻസ് ഷീ മെയ്ഡ് വെൻ ബെഡ് റിഡൻ ബിക്കെയിം ദ സിംബൽ ഓഫ് ആൻറ്റി വാർ ഫീലിംഗ്. എന്താണ്? അവൾ ഈ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനുശേഷം കിടക്കയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകളാണ് ഇന്ന് നമ്മുടെ യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നത്. സഡാക്കോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നത് ഈ സഡാക്കോ കൊക്കുകൾ യുദ്ധവിരുദ്ധതയുടെ അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ് ഈ സഡാക്കോ. നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ്? കോളനീസ് ബിക്കം ഫ്രീ, കോളനികൾ എന്ത് ചെയ്യുകയാണ്? സ്വതന്ത്രമാകുന്നു. പോസ്റ്റ് സെക്കൻഡ് വാർ ഡൊമിനൻസ് ഓഫ് ഇമ്പീരിയൽ പവേഴ്സ് വാസ് ക്വസ്റ്റ്യൻഡ്. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡൊമിനൻസ് ഓഫ് ഇമ്പീരിയൽ പവേഴ്സ്, സാമ്രാജ്യത്വ ശക്തികളുടെ ഈ നയങ്ങൾ, ഈ ആധിപത്യത്തെ എന്ത് ചെയ്യുകയാണ്? ചോദ്യം ചെയ്യപ്പെടുകയാണ്. യൂറോപ്യൻ കൺട്രീസ് കുഡ് നോട്ട് സപ്രസ് ദ ഇൻജസ്റ്റിഫൈഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇൻ കോളനീസ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അതായത് മറ്റ് ഈ അടിച്ചമർത്താൻ കഴിഞ്ഞില്ല. ആരെയാണ്? നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ്, ദേശീയ പ്രസ്ഥാനങ്ങൾ. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികളിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ അപ്പോഴേക്കും ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. അതിനെ അടിച്ചമർത്താൻ ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിയാതെ വരുന്നു. USA ആൻഡ് ദ USR വിച്ച് എമർജ്ഡ് ആസ് സൂപ്പർ പവർ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ സപ്പോർട്ടഡ് ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ വേരിയസ് യൂറോപ്യൻ കോളനീസ്. എന്ത് ചെയ്യുകയുണ്ടായി? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യുകയുണ്ടായി? USA ആൻഡ് USSR, അമേരിക്കയും സോവിയറ്റ് യൂണിയനും അവർ വൻ ശക്തികളായി വളർന്നു വരികയും അവരെന്ത് ചെയ്യുകയും ചെയ്തു? മറ്റു രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഗ്രാജ്വലി കോളനി സ്റ്റാർട്ടഡ് ടു സെക്യൂർ ഫ്രീഡം. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഇവരുടെയൊക്കെ ഹെൽപ്പോടുകൂടി കോളനികൾ സ്വാതന്ത്ര്യം നേടുകയാണ് ഫ്രം ദ ഇമ്പീരിയലിസ്റ്റ് കൺട്രോൾ. പ്രധാനമായും ഈ ഇമ്പീരിയലിസ്റ്റ് ശക്തികൾ ആരൊക്കെയാണ്? സാമ്രാജ്യത്വ ശക്തികൾ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനി അല്ലേ. അപ്പോൾ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡീകോളനൈസേഷൻ. എന്താണ് ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ? അപകോളനീകരണം. എന്താണ്? അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വ ശക്തികളുടെ ഈ നയങ്ങൾ, ആധിപത്യത്തെ ആര് ചോദ്യം ചെയ്യുകയാണ്? മറ്റു രാജ്യങ്ങൾ ചോദ്യം ചെയ്യുകയുണ്ടായി. സാമ്രാജ്യത്വ ശക്തികൾ എന്ന് പറയുന്നത് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ആയിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളർന്നു വന്നു. അവരെന്ത് ചെയ്യുകയുണ്ടായി? ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെയെല്ലാം സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ക്രമേണ ഈ കോളനികൾ എന്ത് ചെയ്യുന്നു? ഫ്രീഡം നേടുന്ന അവസ്ഥയുണ്ടായി, സ്വാതന്ത്ര്യം നേടുന്ന അവസ്ഥയുണ്ടായി. ആരിൽ നിന്ന്? ഈ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന്. ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡീകോളനൈസേഷൻ അല്ലെങ്കിൽ അപകോളനീകരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കവിടെ മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ, നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്ക, അതുപോലെ ക്വാമി ഇൻക്രൂമ ഘാന, ജോമോ കെനിയാത്ത കെനിയ, ഇവരൊക്കെ ആരായിരുന്നു? അവരവരുടെ രാജ്യങ്ങളിൽ, അതായത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ഗാന്ധിജി, സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേല,
ഘാനയിൽ ക്വാമി നക്രൂമ, ജോമോ കെന്യാത്ത കെനിയ. ഇത്രയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ എന്താണെന്ന് വളരെ വിശദമായിട്ട് മനസ്സിലാക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം എന്താണെന്ന് പഠിക്കാം.